നമ്മളിപ്പോൾ മുമ്പൊക്കെ ഉള്ള ഒരുതരം ആക്ടിങ് നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മളിപ്പോൾ അതിനെ ഡ്രാമ എന്ന് പറയും. ഈ വില്ലൻ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അയാൾക്ക് ചിലപ്പോൾ രണ്ട് കൊമ്പോ അല്ലെങ്കിൽ ഒരു കണ്ണ് മൂടിയിട്ടൊരു അങ്ങനത്തെ ഒരു ഡ്രസ്സോ ഒക്കെ ഇട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അയാളെ വില്ലനായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോൾ പണി എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന രണ്ട് കുറച്ച് പിള്ളേരാണ് വില്ലന്മാര്. ഒരു സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തും ചെയ്യും. അപ്പം അതിന് ആ കോൺട്രാസ്റ്റിനൊരു ഭംഗിയുണ്ട്. വളരെ ഒരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് വളരെ പയ്യനായിട്ട് നിൽക്കുന്ന ഒരുത്തൻ വളരെ ഭീമാകാരനായ ഒരുത്തനൊരു കത്തിയെടുത്ത് ഒറ്റ കുത്തിന് കൊല്ലുകയാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് വരണ്ടു പോകും. ഷോക്ക് വാല്യൂ കൂടുതലായിരിക്കും. ആ സമയത്ത് ഭയങ്കര സൈസുള്ള ഒരാൾ വന്നിട്ടൊരു ചെറിയ ആളെ അടിക്കുന്നതിന് വലിയ വാല്യൂ തോന്നുന്നില്ല. അപ്പം ഇത് ഇങ്ങനെ ആലോചിക്കും, എന്ത് വേണം, നമ്മളൊരു ഭീകരനാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണും മിഴിച്ച് ഭയങ്കര ശബ്ദത്തിൽ വന്ന് പറയണോ, അത് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴാണോ അതിന് കൂടുതൽ പവർ ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചിട്ട് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് അന്ന് ലിജോ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ അയാളെ പേടിപ്പിക്കുന്നതൊക്കെ ചെറിയൊരു ചിരിയോടുകൂടി ആണെങ്കിൽ പോലും അതിനൊരു ഭംഗി ഉണ്ടാവും.